ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സ്കാൻ വ്യൂ. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് ഒരു ഫ്രോക്ക് അടിക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ എന്താ ലൈനിങ്ങിനെ രണ്ടാക്കി മടക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു എ ലൈൻ ഫ്രോക്കാണ്. കൂടുതൽ കോംപ്ലിക്കേഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് ബിഗിനേഴ്സിന് ചെയ്യാൻ പറ്റിയ ഒരു ഫ്രോക്ക് ഈ എ ലൈൻ ഫ്രോക്കാണ്. അപ്പോൾ ഞാൻ എന്താ രണ്ടാക്കി മടക്കി വെച്ചിട്ടുണ്ട്. അതിൽ ഞാൻ സിബിന് വേണ്ടി എക്സ്ട്രാ മാർക്ക് ചെയ്യുക അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. നേരെ നമ്മൾ രണ്ടാക്കി മടക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എത്രയാണോ നിങ്ങൾക്ക് ഫ്രോക്കിൻ്റെ ലെങ്ത്ത് അതിനേക്കാട്ടിൽ നിങ്ങൾ 1 ഇഞ്ച് എക്സ്ട്രാ ഇട്ടിട്ട് ഇങ്ങനെ മടക്കി വയ്ക്കുക. ഓക്കെ, ഇനി എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ മുകളിൽ ഒരു 1/2 ഇഞ്ചിൻ്റെ സീം അലവൻസ് ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ നമ്മളുടെ ഷോൾഡർ മാർക്ക് ചെയ്യാൻ പോകണം. അപ്പോൾ ഇതൊരു 4 വയസ്സായ കുട്ടിക്ക് പറ്റുന്ന ഒരളവിലാണ് പറയുന്നത്. 3 to 4 വയസ്സായ കുട്ടിക്ക് പറ്റുന്ന അളവിലാണ് പറയുന്നത്. അപ്പോൾ ഷോൾഡർ ഞാനൊരു 4.25 മാർക്ക് ചെയ്തിട്ടുണ്ട്. അതേപോലെ ആം ഹോളിൽ ആദ്യം ഒരു 1/4 ഇഞ്ച് ഞാൻ ഷോൾഡർ സ്ലോപ്പ് പോലെ മാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് താഴേക്കും ഞാനൊരു 4.25 തന്നെയാണ് കൊടുക്കുന്നത്. ഓക്കെ, എന്നിട്ട് അതൊന്ന് നമുക്ക് ഇതുപോലെ എക്സ്റ്റെൻഡ് ചെയ്ത് നമുക്ക് വരയ്ക്കാം. എന്നിട്ട് ആ വരയിൽ നമ്മുടെ ചെസ്റ്റ് ലൈനൊക്കെ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതുപോലെ ഞാനിവിടെ നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്യുന്നത് 2 ഇഞ്ചാണ്. അപ്പോൾ അത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ, അതായത് ലൈനിങ് ഇട്ട് നമ്മൾ തിരിച്ചടിച്ച് വരുമ്പോൾ അത് 2.25 ഇഞ്ചിലേക്ക് വന്നോളും. അതേപോലെ നെക്ക് ഡെപ്ത്ത് മാർക്ക് ചെയ്യുന്നത് 2.5 ഇഞ്ചാണ് ബാക്കിലോട്ട്, ഫ്രണ്ടിലോട്ട് 3 ഇഞ്ചുമാണ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾക്ക് എത്രയാണോ വേണ്ടത് അതിന്നൊരു 1/4 ഇഞ്ച് കുറച്ചിട്ട് നമ്മൾ മാർക്ക് ചെയ്താൽ മതി. കാരണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ പിന്നെ ആ അളവിലേക്ക് വന്നോളും. മാർക്ക് ചെയ്യേണ്ടത് ആ 1/2 ഇഞ്ച് നമ്മൾ ഷോൾഡറിന് കൊടുത്തിരിക്കുന്ന സീം അലവൻസിന് താഴേക്കാണെന്ന് മാത്രം ഓർത്താൽ മതി. ഇനി വേണ്ടത് നമുക്ക് ചെസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്യാണ്. അപ്പോൾ ഈ കുട്ടിയുടെ ചെസ്റ്റ് റൗണ്ട് ശരീരത്തിൽ നിന്ന് എടുക്കുമ്പോൾ 23 ഇഞ്ചാണ്. അപ്പോൾ അതിങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക. അതായത് ഇതേപോലെ നമ്മൾ അതിൻ്റെ പകുതി കണ്ട് വീണ്ടും ഒരു പകുതി കാണുമ്പോൾ നമുക്കതിൻ്റെ 4 ഭാഗം കിട്ടും. 5.25 കിട്ടി. അതിൽ നിന്ന് നിങ്ങൾക്ക് 1/2 ഇഞ്ചോ അല്ലെങ്കിൽ 3/4 ഇഞ്ചോ നിങ്ങൾക്ക് ഈസിന് വേണ്ടിയിട്ട്, അതായത് ലൂസിന് വേണ്ടിയിട്ട് ആഡ് ചെയ്തിട്ട് ഇവിടെ കൊടുക്കാം. അപ്പോൾ അങ്ങനെ കൊടുത്താൽ മാത്രമാണ് നമുക്കൊരു ഗാർമെൻറ്റ് ശരീരത്തിൽ നിന്ന് മെഷർമെൻറ്റ് എടുത്ത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാട്ടോ അങ്ങനെ പറയുന്നത്. അപ്പോൾ ഞാനിവിടെ 6.5 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 5.25 അതിൻ്റെ കൂടെ ഒരു 3/4 ഇഞ്ചും കൂടി കൂട്ടിയിട്ട് ഞാൻ 6.5 ഇഞ്ചിൽ മാർക്ക് ചെയ്തു. അതിൻ്റെ കൂടെ നമ്മൾ വീണ്ടും ഭാവിയിൽ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് കൂട്ടാനൊക്കെ വേണ്ടിയിട്ട് ഒരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതേപോലെ നമുക്ക് ഷേപ്പ് മാർക്ക് ചെയ്യേണ്ടത് ഒരു 8.5 ഇഞ്ചിൽ ഞാൻ മാർക്ക് ചെയ്യുകയാണ്. അവിടെയും ഇതേപോലെ തന്നെ ബോഡിയിൽ നിന്ന് മെഷർമെൻറ്റ് എടുക്കുക. അതിൻ്റെ 4 ഭാഗം കാണുക. അവിടെ നിന്ന് നിങ്ങൾക്ക് ഒരു 1/2 ഇഞ്ചോ 3/4 ഇഞ്ചോ ഈസിന് വേണ്ടി കൊടുക്കാം. എന്നിട്ട് 1.5 ഇഞ്ച്. ഓക്കെ, അപ്പം ഞാനിവിടെ 6 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഷോൾഡർ സ്ലോപ്പ് ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. അതേപോലെ തന്നെ അതിൻ്റെ സീം അലവൻസും കൂടി ഞാൻ മാർക്ക് ചെയ്ത് വെക്കുന്നു. പക്ഷേ ഞാൻ ഇപ്പോൾ തന്നെ അത് കട്ട് ചെയ്ത് എടുക്കാറില്ല. സ്റ്റിച്ച് ചെയ്ത ശേഷമാണ് ഞാനത് കട്ട് ചെയ്യാറ്. ഇനി നമുക്ക് ആം ഹോൾ ഒന്ന് വരച്ചു കൊടുക്കാം. ഇപ്പോൾ വരച്ചിരിക്കുന്ന നമ്മുടെ ആം ഹോളിൻ്റെ ലൈനിൻ്റെ പകുതിയിൽ നിന്ന് ഇതേപോലെ നമുക്കൊന്ന് വരച്ചു കൊടുക്കാം. ഒരല്പം ഇങ്ങനെ താഴേക്ക് വരണ പോലെ വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് കുട്ടികളുടെ ഡ്രസ്സിനൊക്കെ പ്രത്യേകിച്ച് അവർക്ക് അവിടെ ഒരു ഇറുക്കമില്ലാതെ നമുക്ക് കുറച്ചും കൂടി ലൂസായിട്ട് കിട്ടും. ഇനി നമുക്ക് ഈ ഒരു പോയിൻറ്റ്സൊക്കെ ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളിപ്പോൾ വരച്ച പോയിൻറ്റിൽ നിന്ന് ഏറ്റവും താഴേക്ക് നമ്മളുടെ എത്രയാണോ നമുക്ക് വിഡ്ത്തുള്ളത് ആ ഫാബ്രിക്കിന് അത്രയും നമ്മൾ എടുത്തിട്ട് ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ജോയിൻ ചെയ്ത് കൊടുക്കണു. എന്നിട്ട് താഴെ ഭാഗം മാത്രം നമ്മളൊന്ന് ചെരിച്ച് വരയ്ക്കണോ, അല്ലെങ്കിൽ താഴെ ലാസ്റ്റ് തൂങ്ങിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നമുക്കിതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ ആദ്യം നമുക്ക് ബാക്ക് സൈഡിൻ്റെ ആം ഹോളും ബാക്ക് സൈഡിൻ്റെ നെക്കും മാത്രം കട്ട് ചെയ്തെടുക്കുക. അതിന് ശേഷം സെപ്പറേറ്റ് ചെയ്ത ശേഷം നമുക്ക് ഫ്രണ്ട് ആം ഹോളൊന്ന് ചെരിച്ച് കുഴിച്ചു വെട്ടാം. അതേപോലെ തന്നെ നെക്കും ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു 1/4 ഇഞ്ച് മാത്രം ഒന്ന് ഉള്ളിലേക്ക് കയറ്റിയിട്ട് നമ്മുടെ ഫ്രണ്ട് ആം ഹോളൊന്ന് നമ്മൾ കുഴിച്ച് കട്ട് ചെയ്യണേ. അതുപോലെ ഷോൾഡർ സ്ലോപ്പിൻ്റെ അവിടെ, അതുപോലെ സെൻറ്റർ പോയിൻറ്റ്സിലൊക്കെ ഞാൻ ഇതുപോലെ നോച്ചസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമുക്ക് ജോയിൻ ചെയ്തെടുക്കേണ്ട ഭാഗങ്ങളിലൊക്കെ നമ്മളൊന്ന് നോച്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് സ്റ്റിച്ചിങ് ടൈമിൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും. നോച്ചസ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു കട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് അറിയാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത്. ഇനി ഇത് തന്നെ വെച്ചിട്ട് നമുക്ക് അപ്പോൾ നമ്മൾ മെയിൻ ക്ലോത്താണ് ഇനി കട്ട് ചെയ്തെടുക്കാനുള്ളത്. ഇതേപോലെ നമ്മൾ ലൈനിങ് വെച്ചിട്ട് കട്ട് ചെയ്താൽ മതി. പക്ഷേ മെയിൻ ക്ലോത്ത് എടുക്കുമ്പോൾ നിങ്ങളുടെ എക്സാക്റ്റ് ലെങ്ത്ത് എത്രയാണോ അതിന്ന് നമ്മൾ താഴെ ഒരു ഫ്രില്ലിട്ട് കൊടുക്കണത് നിങ്ങൾ കണ്ടല്ലോ ആ ഫ്രോക്കിൽ. അപ്പോൾ ആ ഫ്രില്ലിൻ്റെ ലെങ്ത്ത് നിങ്ങൾ എത്രയാണോ അത് നിങ്ങൾ മൈനസ് ചെയ്യണം. അതായത് ഞാനിവിടെ കൊടുക്കാൻ പോകുന്ന ലെങ്ത്ത് എന്ന് പറയുന്നത് 3 ഇഞ്ചാണ്. ഓക്കെ, അപ്പോൾ 3 ഇഞ്ച് നമ്മൾ 26 ഇഞ്ചാണ് നമ്മുടെ ലെങ്ത്തെങ്കിൽ നമ്മൾ 26 ഇഞ്ചിൽ നിന്നും ആ 3 ഇഞ്ച് ആദ്യം കുറയ്ക്കണം. അപ്പോൾ 23 ഇഞ്ച് കിട്ടും. ആ 23 ഇഞ്ച് മാത്രമായിട്ട് മാർക്ക് ചെയ്യരുത്. നമുക്ക് ഫ്രില്ല് ആഡ് ചെയ്യാനുള്ളതും മുകളിൽ ഷോൾഡർ ജോയിൻ ചെയ്യാനുള്ളതും കൂടി ചേർത്തിട്ട്
24 ഇഞ്ചിലുമാണ് നമ്മുടെ മെയിൻ ക്ലോത്ത് നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ. ഓക്കെ, അപ്പോൾ ആ ഫ്രിൽസിന് നമ്മൾ 3 ഇഞ്ചിലാണ് ഫ്രില്ലെങ്കിലോ നമ്മൾ 4 ഇഞ്ചിൽ കട്ട് ചെയ്തെടുക്കണം. മുകളിൽ ഒരു 1/2 ഇഞ്ചും താഴെ മടക്കി അടിക്കാൻ ഒരു 1/2 ഇഞ്ചും ചേർത്തിട്ടാണ് ഞാൻ 4 ഇഞ്ചിൽ ഫ്രില്ല് കട്ട് ചെയ്തെടുക്കുക. ഇനി അതേപോലെ വിഡ്ത്തിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ ക്ലോത്തുകൾക്ക് എപ്പോഴും ലൈനിങ് ക്ലോത്തിനെക്കാട്ടിലും വിഡ്ത്ത് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു 8.5 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള നമ്മുടെ വേസ്റ്റ് റൗണ്ടിൻ്റെ അവിടുത്തെ പോയിൻ്റ് ഉണ്ടല്ലോ, അവിടെ നിന്ന് നിങ്ങൾക്ക് മെയിൻ ക്ലോത്തിന് എത്ര വിഡ്ത്ത് ഉണ്ടോ അതിൻ്റെ അറ്റം വരെ നമ്മൾ നേരത്തെ വരച്ച പോലെ സ്ട്രെയിറ്റ് ആയിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു വിഡ്ത്ത് തന്നെ മതി എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചും ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ താഴെയും നേരത്തെ ചെയ്ത പോലെ ലൈനിങ്ങിൽ ചെയ്ത പോലെ തന്നെ നമ്മളുടെ മെയിൻ ക്ലോത്തിൽ ഇതുപോലെ ചരിച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ നമുക്ക് ലാസ്റ്റ് എത്തുമ്പോൾ നന്നായിട്ട് ഇങ്ങനെ തൂങ്ങിക്കിടക്കണ പോലെ തോന്നും. പ്രത്യേകിച്ച് ഈ ഒരു തുണി എന്ന് പറയുന്നത് റയോൺ ക്ലോത്താണ്, വിസ്കസ് റയോൺ ക്ലോത്താണ്. അപ്പോൾ നല്ല സോഫ്റ്റാണ്. അപ്പോൾ നമ്മൾ ലാസ്റ്റൊക്കെ ഇടുമ്പോൾ അങ്ങനെ തൂങ്ങിക്കിടക്കുന്ന പോലെ തോന്നാതിരിക്കാൻ അത്യാവശ്യം നമ്മളിതുപോലെ ചരിച്ച് കട്ട് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. അപ്പോൾ നമ്മൾ മെയിൻ ക്ലോത്തിൻ്റെ മുകളിലെ ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞു. അതായത് എ ലൈൻ ഫ്രോക്കാണ്, അതിൻ്റെ താഴെ ഒരു ഫ്രില്ലും കൂടി നമ്മൾ ആഡ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. ആ ഫ്രില്ല് എത്ര വേണമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇതേപോലെ നമ്മളൊന്ന് അളന്ന് നോക്കുക. അതായത് ഈ ഒരു ഫ്രോക്കിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 22 ഇഞ്ച് 4ആക്കി മടക്കി വെക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 44 ഇഞ്ച് ഫ്രണ്ടിലോട്ടും 44 ഇഞ്ച് ബാക്കിലോട്ടും വരും. അതിൻ്റെ നേരെ ഇരട്ടി വേണം നമുക്ക് ഫ്രില്ല് ഇടാൻ വേണ്ടിയിട്ട്. അതായത് 88 ഇഞ്ച് നീളത്തിലുള്ള പീസ് വേണം നമുക്ക് ഫ്രണ്ടിലോട്ടും, 88 ഇഞ്ച് നീളത്തിലുള്ള പീസ് വേണം നമുക്ക് ബാക്കിലോട്ടും. വിഡ്ത്തിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, 4 ഇഞ്ചാണ്. നമുക്ക് മുകളിലൊരു 1/2 ഇഞ്ച് ഈ ഒരു പീസുമായിട്ട് ഫ്രോക്കുമായിട്ട് ജോയിൻ ചെയ്യാനും താഴെ ചെറുതായിട്ട് മടക്കി അടിക്കാനും കൂടി വേണ്ടിയിട്ട് 1/2 ഇഞ്ചും കൂടി കണക്കാക്കിയിട്ട് നമുക്ക് 3 ഇഞ്ചിൻ്റെ ഫ്രില്ലാണ് വെക്കുന്നത്. അപ്പം ഞാനിവിടെ 4 ഇഞ്ചിൻ്റെ ഫ്രണ്ടിലോട്ടും 88 ഇഞ്ച് ബാക്കിലോട്ടും 88 ഇഞ്ച് വരുന്ന പീസുകൾ ഞാൻ കട്ട് ചെയ്തെടുക്കണം. ഓക്കെ, ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശവും ലൈനിങ്ങിൻ്റെ നല്ല വശവും കൂടി ചേർത്ത് വെച്ചിട്ട് നെക്കിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് എക്സ്ട്രാസ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതുപോലെ പതിച്ചടിക്കുക. എന്നിട്ട് ഉള്ളിലേക്ക് തിരിച്ചിട്ടിട്ട് നെക്കിലൂടെ ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ സ്ക്വയർ നെക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ 2 സൈഡും നന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാൻ നോക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ആ ഷേപ്പ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ നമ്മൾ ഫ്രണ്ട് നെക്ക് ചെയ്ത പോലെ തന്നെ ഞാനിനി ബാക്ക് നെക്കും ചെയ്യാണ്. അതിന് ശേഷം ഞാൻ ബാക്ക് നെക്കിൻ്റെ സെൻറ്ററിലൂടെ ഒരു കട്ട് കൊടുക്കുന്നുണ്ട്. സിബ് അറ്റാച്ച് ചെയ്യാനുള്ള കട്ടാണ് കൊടുക്കുന്നത്. ഫ്രണ്ട് നെക്കിൽ നമ്മളിതുപോലെ പതിച്ചടിച്ചിട്ടുണ്ട്. അതായത് ഇതേപോലെ ലൈനിങ് മാത്രം വെച്ച് അടിച്ചിട്ടും പിന്നീട് അതിൻ്റെ മുകളിൽ കൂടെ നല്ല തുണിയിൽ കൂടെ നമ്മൾ അടിച്ചിട്ടുണ്ട്. അങ്ങനെ നല്ല തുണിയിൽ കൂടെ നമ്മൾ ബാക്ക് നെക്ക് ഇപ്പോൾ അടിക്കുന്നില്ല. ഇതേപോലെ ഷോൾഡർ ജോയിൻ ചെയ്ത ശേഷം ഏറ്റവും ലാസ്റ്റാണ് ബാക്ക് നെക്ക് അങ്ങനെ ഫിനിഷ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ബാക്ക് നെക്ക് ഇതേപോലെ വിടർത്തി വയ്ക്കുക ആദ്യം. എന്നിട്ട് അതിൻ്റെ മേലെ ഈ കാണുന്ന പോലെ നമ്മളുടെ ഫ്രണ്ട് നെക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ കറക്റ്റായിട്ട് ഇതുപോലെ പിടിച്ചിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്താൽ മതി. ഇതിന് മുൻപ് നമ്മൾ ഇതിൻ്റെ പല രീതിയിൽ എങ്ങനെയാണ് ഷോൾഡർ ജോയിൻ ചെയ്യുക എന്നുള്ളതൊക്കെ നമ്മൾ നേരത്തെ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഒന്ന് കയറിയിട്ട് കണ്ടു നോക്കണേ. ഇതേപോലെ നമ്മളവിടെ നോച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു എവിടെയാണ് ഷോൾഡർ സ്ലോപ്പ് എന്നുള്ളത്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് ഒന്ന് നമ്മൾ തിരിച്ചിട്ട് നോക്കുക. അപ്പോൾ വളരെ നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു സ്റ്റിച്ചും കൂടി നമുക്ക് കൊടുക്കാം. ഇതേപോലെ നമുക്ക് 2 ഷോൾഡറും ജോയിൻ ചെയ്തെടുക്കാം. ഇനി നമ്മുടെ ബാക്ക് പോർഷനിൽ നമുക്ക് എത്രത്തോളം സിബ് വെക്കണം അതുവരെ സെൻറ്ററിൽ കൂടെ കട്ട് ചെയ്തിട്ടുണ്ട്. ലൈനിങ്ങും ആ മെയിൻ ക്ലോത്തും കൂടി നമ്മൾ ജസ്റ്റ് ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു സ്റ്റിച്ച് കൊടുക്കുകയാണ്. അല്ലെങ്കിൽ സിബ് വയ്ക്കുന്ന സമയത്ത് അത് തെന്നിപ്പോവും. ഇനി നമ്മൾ സിബ് വെക്കുന്നത് കുറച്ച് ശ്രദ്ധിച്ചോളൂ. കാരണം ബിഗിനേഴ്സിന് കുറച്ച് കൺഫ്യൂസിങ് ആവുന്നൊരു ഭാഗം ഈ ഒരു സിബ് വെക്കുന്നത് മാത്രമാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ നമ്മൾ എത്രയാണോ കട്ട് ചെയ്തിട്ടുള്ളത് അതിൻ്റെ തൊട്ട് താഴേക്ക് നമ്മൾ സിപ്പറിനെ ഇങ്ങനെ വെച്ചിട്ട് ഏറ്റവും അറ്റത്ത് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് പിൻ ചെയ്തെടുക്കുക. ഓക്കെ, ഇനി അതിന് ശേഷം ഈ സിബ് ഓപ്പൺ ചെയ്തിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത്. എന്നിട്ട് ആ സിപ്പറിൻ്റെ ടീത്തിനെ ലെഫ്റ്റിലോട്ട് വരുന്ന രീതിയിൽ ഈ സൈഡിൽ നിന്ന് സ്റ്റിച്ച് ചെയ്യുക. അപ്പം ഞാനിവിടെ നോർമൽ ഫൂട്ട് ഇട്ടിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ 1 സൈഡ് ഫൂട്ടർ ഉണ്ടെങ്കിൽ അത് വെച്ച് സ്റ്റിച്ച് ചെയ്യാം. ഇനി അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ആദ്യം ഇതേപോലെ ഒന്ന് അതിനെ അറ്റാച്ച് ചെയ്ത് എടുത്തിട്ട് പിന്നീട് നമ്മൾ ആ ടീത്തിനെ ഒന്ന് വിരൽ കൊണ്ട് അകത്തി പിടിച്ചിട്ട് സൈഡിൽ കൂടെ ഒന്ന് മാക്സിമം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ ശ്രമിച്ചാൽ മതി. ആൾമോസ്റ്റ് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു പ്രാവശ്യം നമ്മളൊന്ന് റഫായിട്ടൊന്ന് ഇതിനെ അറ്റാച്ച് ചെയ്തെടുത്തു. അപ്പോൾ ഒരുപാട് ടീത്തറിൻ്റെ അടുത്ത് കൂടെ എല്ലാം ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതേപോലെ വിരൽ കൊണ്ടൊന്നിങ്ങനെ അകത്തി പിടിച്ചിട്ട്
പതുക്കെ പതുക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണെങ്കിൽ ആൾമോസ്റ്റ് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ആ ടീത്തറിൻ്റെ സൈഡിൽ കൂടെ തന്നെ ഇൻവിസിബിൾ സിബ്ബർ അറ്റാച്ച് ചെയ്യാൻ പറ്റും. അത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിതാ ഇതുപോലെ ഇതിനിങ്ങനെ താഴേക്ക് ആക്കുക. അപ്പോൾ ആ എക്സ്ട്രാ ഉള്ള പീസ് താഴേക്ക് പോവും. എന്നിട്ട് ഇതേപോലെ ഒന്ന് സിപ്പ് ക്ലോസ് ചെയ്ത് നോക്കിയാൽ ആൾമോസ്റ്റ് ഓക്കെ ആണ് അല്ലേ. ഇനി ആ സിപ്പറിൻ്റെ താഴെ ഭാഗത്ത് നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത് നിർത്തിയിട്ടുണ്ടല്ലോ, ആ ഭാഗത്തു നിന്ന് താഴേക്ക് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ കുറച്ചുകൂടി പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഇനി ആ സിപ്പിൻ്റെ മുകളിലുള്ള എക്സ്ട്രാസ് നമ്മളൊന്ന് കട്ട് ചെയ്തെടുത്ത ശേഷം ഇതേപോലെ മടക്കി ഉള്ളിലേക്ക് ആക്കിയിട്ട് ഒരു സ്റ്റിച്ച് കൊടുക്കാം. അതിന് ശേഷം നമ്മൾ ബാക്ക് നെക്ക് ഇതുവരെ ഫിനിഷ് ചെയ്തെടുത്തിട്ടില്ലല്ലോ, മുകളിൽ കൂടെ സ്റ്റിച്ച് ഇട്ടിട്ടില്ല, അതും കൂടി ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് മുമ്പ് ഞാൻ ചെറിയൊരു സ്ലീവ് കട്ട് ചെയ്തെടുത്തു കേട്ടോ. അപ്പോൾ നേരത്തെ വീഡിയോ കണ്ടിട്ടുള്ളവർക്കറിയാം അതേ ക്ലോത്ത് കോമ്പിനേഷനാണ് ചെയ്തിട്ടുള്ളത്. അതൊന്ന് ചെറിയൊരു സ്ലീവ് കിട്ടിയപ്പോൾ ഞാൻ എടുത്തിട്ടുണ്ട്, പക്ഷേ ഞാൻ അതിൻ്റെ കട്ടിങ് എടുത്തിട്ടുണ്ടായിരുന്നില്ല, പെട്ടെന്ന് കട്ട് ചെയ്തെടുത്തതായിരുന്നു. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഞാനത് പേപ്പറിൽ കാണിച്ചു തരാം, കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇതും കൂടി നമുക്കൊന്ന് ജോയിൻ ചെയ്തെടുക്കാം. സ്ലീവ് ജോയിൻ ചെയ്യാൻ എല്ലാവർക്കും അറിയാമല്ലോ, സെൻറ്ററിൽ നിന്ന് ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും ജോയിൻ ചെയ്യാണ്. ഇനി നമ്മൾ ഈ ഒരു സ്ലീവ് ഒന്ന് മടക്കി അടിക്കണം. അതിന് നമുക്ക് ത്രെഡ് മാറ്റിയിടണം കളറ്. അപ്പോൾ ബ്ലാക്ക് ഞാൻ ഇട്ടിട്ട് പിന്നീട് ഞാൻ മടക്കി അടിച്ചോളാം. ഇപ്പോൾ ഞാൻ ബാക്കിയുള്ളത് കാണിക്കാം, സൈഡ് ജോയിൻ ചെയ്യുന്നത് കാണിക്കാം. അപ്പോൾ നമ്മളൊരു 8.5 ഇഞ്ച് ലെങ്ത്തിൽ നമ്മൾ നിർത്തിയിട്ടുണ്ടല്ലോ ഒരു ഷേപ്പ് മാർക്ക് ചെയ്തിട്ട്, അവിടെ നമുക്ക് 2 ബാക്കിലോട്ട് കെട്ടാനുള്ള 2 ടൈ ചെയ്യാനുള്ള 2 തുണിയും കൂടി നമ്മൾ വെച്ച് കൊടുക്കാം. അതൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്. ചെറിയ 2 പീസ് എടുത്ത് ഇതേപോലെ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ആ ഷേപ്പിൻ്റെ അവിടെയാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. ഇപ്പോൾ ഞാൻ ഈ ആം ഹോളിൻ്റെ അവിടെ നിന്നാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുന്നത്. കാരണം ആ ത്രെഡിൻ്റെ കളർ അവിടെ ട്രാൻസ്പെറൻറ്റ് കൈ ആയതുകൊണ്ട് നമുക്കത് അറിയാൻ പറ്റും. അതുകൊണ്ട് ഞാൻ ബ്ലാക്ക് ത്രെഡിലേക്ക് മാറ്റുമ്പോൾ അവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തോളാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മളുടെ ടൈ ചെയ്യാനുള്ളതും നമുക്ക് സെൻറ്ററിൽ വെച്ച് കൊടുക്കണം. അതിന് ശേഷം താഴേക്ക് ഒരു 2 ഇഞ്ചും കൂടി താഴ്ത്തിയിട്ട് ഇതേപോലെ ഒന്ന് ചെരിച്ച് നിർത്തി കൊടുക്കുക. ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിൽ നിർത്തി കൊടുക്കുക. ആ ഒരു പോയിൻറ്റിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ലൈനിങ്ങും മെയിൻ ക്ലോത്തും സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അതിനായിട്ട് ലൈനിങ് ബാക്കിലോട്ടും ഫ്രണ്ടിലോട്ടും ഒന്ന് അകത്തി മാറ്റി വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് തുടങ്ങുന്നതിൻ്റെ തൊട്ടടുത്ത് കൂടെ മെയിൻ ക്ലോത്തുകൾ മാത്രം പിടിച്ചിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം മെയിൻ ക്ലോത്തിനെ ഉള്ളിലേക്ക് മാറ്റിയിട്ട് ലൈനിങ് ക്ലോത്തുകൾ മാത്രം നമ്മൾ ഇതുപോലെ ഒന്ന് താഴെ വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ലൈനിങ് ക്ലോത്തിൻ്റെ മാത്രം താഴെ ഒന്ന് നമ്മൾ മടക്കി അടിക്കണം. മെയിൻ ക്ലോത്തിന് നമ്മളിനി ഫ്രില്ല് ആഡ് ചെയ്യാൻ പോവാണല്ലോ, അതുകൊണ്ട് അവിടെ മടക്കി അടിക്കണം എന്നില്ല. ഇതേപോലെ തന്നെ നമ്മൾ 2 സൈഡും ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം വേണം നമുക്ക് ഒന്ന് ഫ്രോക്കൊന്ന് താഴെ നിങ്ങൾ വിരിച്ചിട്ട് നോക്കുക. അപ്പോൾ ലെവലാവാത്തുണ്ടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും തൂങ്ങി കിടക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് ലെവൽ ചെയ്തെടുത്ത ശേഷം നിങ്ങൾക്ക് ഫ്രിൽസ് ആഡ് ചെയ്യാം. ഫ്രില്ല് ഇവിടെ ഞാൻ 3 ഇഞ്ചിൻ്റെയാണ് റെഡിയായി കഴിയുമ്പോൾ എനിക്ക് ലെങ്ത്ത് വേണ്ടത്. പക്ഷേ ഞാനിവിടെ 4 ഇഞ്ചിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അതിവിടെ നമുക്കൊരു 1/2 ഇഞ്ച് ഈ പീസുമായിട്ട് ഫ്രോക്കുമായിട്ട് ജോയിൻ ചെയ്യാനും അതേപോലെ തന്നെ താഴെ ചെറുതായിട്ടാണ് മടക്കി അടിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു 1/2 ഇഞ്ചും കൂടി ചേർത്തിട്ട് 4 ഇഞ്ചിൻ്റെ പീസാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. വിഡ്ത്ത് ഞാൻ പറഞ്ഞല്ലോ, ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും നമുക്ക് 88 ഇഞ്ചാണ് വേണ്ടത്. അപ്പം ഞാൻ ഒരു അല്പം എക്സ്ട്രാ വെച്ച ശേഷമാണ് ഇതുപോലെ ഫ്രിൽസ് ഇട്ട് കൊടുക്കുന്നത്. ഒന്നുകിൽ നിങ്ങൾക്ക് ഓൾറെഡി ഈ ഒരു ഫ്രിൽസ് ഇട്ട ശേഷം നിങ്ങൾക്ക് ഫ്രോക്കിലേക്ക് അറ്റാച്ച് ചെയ്തെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കുമ്പോൾ അഥവാ നമുക്ക് എക്സ്ട്രാ വന്നാൽ നമുക്ക് ലാസ്റ്റ് കട്ട് ചെയ്ത് കളയാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആദ്യമേ ഫ്രില്ലിട്ട ശേഷം ഇതുപോലെ ചെയ്യാം. ആകെ ഈ ഒരു ഫ്രോക്കിൽ നമുക്ക് ഫ്രോക്ക് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും വളരെ എളുപ്പമാണ്. ഈ ഒരു പോർഷൻ മാത്രമാണ് ഒരല്പം സമയം എടുക്കുന്ന ഒരു പോർഷൻ. ബാക്കിയെല്ലാം നിങ്ങൾക്ക് 10 മിനിറ്റിൽ താഴെ തന്നെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇത് അവസാനം എത്തുമ്പോൾ ഇതുപോലെ നമുക്ക് ആ 2 സൈഡൊന്ന് ജോയിൻ ചെയ്ത ശേഷം ഇതുപോലെ ഫ്രിൽസ് ഒന്ന് ഇട്ടിട്ട് ആ ഫ്രോക്കിൻ്റെ ആ ഭാഗം ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആകെ ജസ്റ്റ് ഒന്ന് ആ മടക്കി അടിക്കുക എന്നുള്ളൊരു ജോലിയും കൂടിയേ ഉള്ളൂ ഈ ഒരു ഫ്രില്ലിൻ്റെ ഭാഗം. അപ്പോൾ വളരെ ചെറുതായിട്ട് എടുത്തിട്ട് ഒന്ന് മടക്കി അടിക്കുകയാണ്. അപ്പോൾ അതുകൂടി കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഒരു ബ്യൂട്ടിഫുൾ ഫ്രോക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ 15 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് തുടക്കക്കാർക്ക് പോലും ഒരു കൺഫ്യൂഷനും ഇല്ലാതെ ചെയ്തെടുക്കാം. അളവുകളെ കുറിച്ചിട്ട് നിങ്ങൾക്കൊരു ധാരണ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും കഴിയുന്ന ഒരു തരം ഫ്രോക്കാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇതിന് മുമ്പ് നമ്മൾ കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്കത് യൂസ്ഫുൾ ആവും. അപ്പോൾ അത്രയേ ഉള്ളൂ. നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. എന്തെങ്കിലും കമൻറ്റ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. താങ്ക്